സാധാരണക്കാർക്ക് ഇരുട്ടടിയായി ബജറ്റിലെ കോടതി ഫീസ് വർധന പ്രഖ്യാപനം. കോടതി വ്യവഹാരങ്ങളിൽ മേൽ 10 മുതൽ 100 ഇരട്ടി വരെ ഫീസ് വർധനയാണ് സർക്കാർ ലക്ഷ്യം. ഇതോടെ കുടുംബ വസ്തു തർക്കങ്ങളിലും മറ്റും കോടതിയിൽ കേസ് നടത്താൻ സാധാരണക്കാരൻ മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി വരും. സാധാരണക്കാരായ കക്ഷികൾക്കും ഹർജിക്കാർക്കും കോടതികൾ മുൻപാകെ കേസുകൾ നടത്തുന്നതിന് ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് കോടതി ഫീസ് കുത്തനെ കൂട്ടുവാനുള്ള സർക്കാർ തീരുമാനം. ഹൈക്കോടതി മുൻപാകെയുള്ള ജാമ്യാപേക്ഷയ്ക്കും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കും 500 രൂപയും, സെഷൻസ് കോടതി മുൻപാകെയുള്ള ജാമ്യാപേക്ഷയ്ക്ക് 200 രൂപയും, മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് 250 രൂപയും, തുടർന്നുള്ള ഓരോ ഹർജികൾക്കും അതാതിന്റെ പകുതി ഫീസും, ഇവയല്ലാതെയുള്ള മറ്റു കോടതികളിൽ ഓരോ ഹർജിക്കാരനും 50 രൂപ എന്നതിനു വിധേയമായി പരമാവധി 250 രൂപയും ഫീസായി ഏർപ്പെടുത്തുമെന്ന് സംസ്ഥാന ബജറ്റിൽ പറഞ്ഞിരുന്നു. കോടതി വ്യവഹാരങ്ങൾക്കുള്ള ഫീസിൽ വൻ വർധനവാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 10 ഇരട്ടിയും 100 ഇരട്ടിയുമാണ് കോടതി ഫീസുകളിലെ വർധന. അവകാശ സംബന്ധമായ വ്യവഹാരങ്ങളിലും പണമിടപാടുമായി ബന്ധപ്പെട്ട കേസുകളിലും ഹർജിക്കാർക്ക് ഭീമമായ സംഖ്യ ഫീസിനത്തിൽ ഒടുക്കേണ്ടി വരും. വസ്തു സംബന്ധമായ തർക്കങ്ങളിലും കൊടുക്കേണ്ടി വരുന്ന കോടതി ചെലവ് വലിയ ബാധ്യതയാണ് സാധാരണക്കാർക്ക് ഉണ്ടാക്കുക. അതിനിടെ കോടതി ഫീസ് വർദ്ധിപ്പിക്കുവാനുള്ള ബജറ്റിലെ നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BJP ലീഗൽ സെല്ലും രംഗത്തെത്തി. ജനം, കൊച്ചി.